എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. 30-ാം തീയതി നടന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് എവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എക്കണോമിക്സിൽ നിന്നും വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഏത് പാഠഭാഗത്ത് നിന്നാണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓരോ ചാപ്റ്ററിലും വരുന്ന ആ പേജ് അടക്കം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജിയോഗ്രഫി അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന രണ്ട് ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നും കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. +1 +2 എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ അത് എവിടെ നിന്നൊക്കെയാണ്, ഏതൊക്കെ ചാപ്റ്റർ ആണ് എന്നുള്ള കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇനി 13-ാം തീയതി പരീക്ഷ എഴുതാൻ പോകുന്നവർ ഈ ചാപ്റ്ററുകളൊക്കെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ വായിച്ചിട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ പാഠഭാഗങ്ങൾ വായിക്കാൻ എവിടെ നിന്നാണ് വായിക്കേണ്ടത് എന്നൊക്കെ കൺഫ്യൂഷൻ ഉള്ളവരുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഇതിൻ്റെ എല്ലാം PDF ഞാൻ ഓരോ ടെക്സ്റ്റ് ബുക്കിൻ്റെയും PDF ഞാൻ എന്ത് ചെയ്യാം, ടെലഗ്രാം ചാനലിൽ ഇടാം. അപ്പോൾ അവിടെ നിന്നും വേണ്ടവർക്ക് അത് ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ട് വായിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഓരോ ചാപ്റ്ററിൻ്റെ പേരും എത്രാമത്തെ ചാപ്റ്ററാണ്, ഏത് ടെക്സ്റ്റ് ബുക്കാണ്, ഏത് ചോദ്യമാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇനി ഉള്ള എക്സാമിന് പോകുന്നവരെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചിട്ട് പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 50-ാമത്തെ ചോദ്യമാണ്. തീവ്രമായ ഭൂകമ്പ പ്രവർത്തനം ലിത്തോസ്ഫെറിക് പ്ലേറ്റ് അതിരുകളിൽ സംഭവിക്കുന്നു. ഒത്തുചേരുന്ന ലിത്തോസ്ഫെറിക് പ്ലേറ്റ് അതിരുകളുടെ സമുദ്രഫലകങ്ങൾ സബ്ഡക്ഷന് വിധേയമാകുന്നു. അപ്പോൾ ഇതിൽ മേൽപ്പറഞ്ഞവയിൽ ശരിയായത് ഏത് എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത് +1 ജിയോഗ്രഫി ടെക്സ്റ്റിൽ 3-ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഭൂമിയുടെ ഉള്ളറ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തിട്ട് അത് ഏത് ചാപ്റ്ററിലാണ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. +1 ജിയോഗ്രഫി ടെക്സ്റ്റിലെ 3-ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഭൂമിയുടെ ഉള്ളറ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതിൽ വരുന്ന ആ പേജ് ഇവിടെ നോക്കുക. ഭൂകമ്പ തരംഗങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് കാണുന്നുണ്ടോ? ഭൂകമ്പ തരംഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴെ നോക്കുക. എല്ലാ സ്വാഭാവിക ഭൂകമ്പങ്ങളും ശിലാമണ്ഡലത്തിലാണ്, അതായത് ലിത്തോസ്ഫിയർ എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ, ശിലാമണ്ഡലത്തിലാണ് സംഭവിക്കുന്നത്. കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതാണ് നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത്. എല്ലാ സ്വാഭാവിക ഭൂകമ്പങ്ങളും ലിത്തോസ്ഫിയറിലാണ്, ശിലാമണ്ഡലത്തിലാണ് സംഭവിക്കുന്നത് എന്ന് കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ നിന്നാണ് ആ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. ഇവിടെ നോക്കി നോക്കുക. നമ്മുടെ ഓപ്ഷനിൽ എന്താണ് തന്നിട്ടുള്ളത്? തീവ്രമായ ഭൂകമ്പ പ്രവർത്തനം ലിത്തോസ്ഫെറിക് പ്ലേറ്റ് അതിരുകളിൽ സംഭവിക്കുന്നു എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് അല്ലേ. അതുപോലെ ഒത്തുചേരുന്ന ലിത്തോസ്ഫെറിക് പ്ലേറ്റ് അതിരുകളുടെ സമുദ്ര ഫലകങ്ങൾ സബ്ഡക്ഷന് വിധേയമാവുന്നു. അപ്പോൾ ലിത്തോസ്ഫെറിക് പ്ലേറ്റിനെ കുറിച്ചിട്ടുള്ള അല്ലേ, അപ്പോൾ ഭൂകമ്പങ്ങളെ കുറിച്ചുള്ള ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ചോദ്യം നമുക്ക് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നല്ല രീതിയിൽ തന്നെ ഇനിയുള്ള എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ വായിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, കാറ്റിൻ്റെ ദിശയെയും ഗതിയെയും ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ തന്നിട്ടുണ്ട്. മർദ്ദവ്യത്യാസങ്ങൾ, കൊറിയോലിസ് ഇഫക്റ്റ്, ഘർഷണം. ഇതിലേതാണ് കാറ്റിൻ്റെ ദിശയെയും ഗതിയെയും ബാധിക്കുന്ന ഘടകങ്ങൾ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത് +1 തന്നെ ജിയോഗ്രഫി ടെക്സ്റ്റ് ബുക്കിൽ 10-ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. 10-ാമത്തെ ചാപ്റ്ററാണ് ജിയോഗ്രഫി ടെക്സ്റ്റിലെ 10-ാമത്തെ ചാപ്റ്ററാണ് +1 കേട്ടോ. +1 10-ാമത്തെ ചാപ്റ്ററായിട്ടുള്ള ജിയോഗ്രഫിയിൽ അന്തരീക്ഷ ചംക്രമണങ്ങളും ദിനാന്തരീക്ഷ വ്യൂഹങ്ങളും എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അന്തരീക്ഷ ചംക്രമണങ്ങളും ദിനാന്തരീക്ഷ വ്യൂഹങ്ങളും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് എടുത്തിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ അതിൻ്റെ ഞാനൊരു പേജ് കാണിച്ചു തരാം. ഇവിടെ കറക്റ്റായിട്ട് ആ ചാപ്റ്ററിൽ നമ്മുടെ ചോദ്യം എന്താണോ അത് തന്നെയാണ് ആ ഹെഡിങ്. കാറ്റിൻ്റെ ദിശയെയും വേഗതയെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ചോദ്യം വന്നിട്ടുള്ളത്. കാറ്റിൻ്റെ ദിശയും ഗതിയെയും ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതല്ലേ. അപ്പോൾ കാറ്റിൻ്റെ ദിശയെയും വേഗതയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞ് തന്നിട്ടുള്ള ഹെഡിങ്ങിന് താഴെ നമ്മുടെ ആൻസർ ഉണ്ട്. നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ തന്നിട്ടുള്ള ഇവിടെ നോക്കുക, കൊറിയോലിസ് ബലം അല്ലേ, കൊറിയോലിസ് ബലം എന്ന് തന്നിട്ടുണ്ട്. അതിന് താഴെ നോക്കി നോക്കുക, ഘർഷണ ബലം എന്ന് നമുക്ക് തന്നിട്ടുണ്ട്.
ഇവിടെ ഘർഷണ ബലം, ഫ്രിക്ഷണൽ ഫോഴ്സ്, ഘർഷണ ബലം എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ഇതാ മർദ്ദ ചരിവുമാന ബലം. ഓക്കെ, മർദ്ദ ചരിവുമാന ബലം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കാറ്റിന്റെ ദിശയെയും വേഗതയെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഈ ഹെഡിങ്ങിൽ അതുപോലെ തന്നെയാണ് നമുക്ക് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ വായിക്കുക. ചാപ്റ്ററിന്റെ പേരൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവകാശങ്ങളിൽ പെടാത്തത്? താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവകാശങ്ങളിൽ പെടാത്തത്? രാഷ്ട്രീയ പാർട്ടിക്ക് ചിഹ്നങ്ങൾ അനുവദിക്കാനുള്ള അവകാശം, വോട്ടെടുപ്പ് ചെലവുകൾക്ക് പരിധി നിശ്ചയിക്കാനുള്ള അവകാശം, തിരഞ്ഞെടുപ്പിന്റെ ഷെഡ്യൂൾ തീരുമാനിക്കാനുള്ള അവകാശം, തിരഞ്ഞെടുപ്പിൽ എത്ര പാർട്ടികൾക്ക് മത്സരിക്കാൻ കഴിയും എന്ന് തീരുമാനിക്കാനുള്ള അവകാശം. അപ്പോൾ ഇവിടെ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവകാശങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത് +1 അധ്യായം 3 പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിലാണ് കേട്ടോ. ഓക്കെ, +1 പൊളിറ്റിക്കൽ സയൻസ്. ഓക്കെ, പൊളിറ്റിക്കൽ സയൻസിൽ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള തിരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും. ഓക്കെ, എന്താണ് തിരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ഞാനതൊന്ന് കാണിച്ചു തരാം. ആ ചാപ്റ്ററിൽ ഇതാ ഇവിടെ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ധാരാളം ചുമതലകളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ധാരാളം ചുമതലകളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ നമ്മുടെ ചോദ്യത്തിൽ വന്നിട്ടുള്ള ഒരു ഓപ്ഷൻ ഞാനിവിടെ കാണിച്ചു തരാം. ഇവിടെ നോക്കുക, രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള അംഗീകാരം നൽകുകയും അവർ ഓരോരുത്തർക്കുമുള്ള ചിഹ്നം അനുവദിച്ചു നൽകുന്നതും തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഓക്കെ, നമ്മുടെ ഓപ്ഷൻസിലുള്ളത് തന്നെയാണ് അല്ലേ. രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നം അനുവദിച്ച് നൽകുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്, നമ്മുടെ ഓപ്ഷനിലുള്ളത് തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നാണ് നമുക്ക് എന്ത് വന്നിട്ടുള്ളത്, ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവകാശം എന്ന് പറഞ്ഞ കുറേ ചുമതലകളുണ്ട്, കുറേ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ വായിക്കുന്നില്ല ഡീറ്റെയിൽ ആയിട്ട്, നിങ്ങളതൊന്ന് വായിച്ചു നോക്കാം. ഞാനിപ്പോൾ ചെറിയൊരു പോയിന്റ് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു തന്നതാണ്. ഓക്കെ, ചിഹ്നം അനുവദിച്ച് നൽകുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നുള്ളത്. നോക്കുക, നമ്മുടെ ആദ്യത്തെ പോയിന്റ് അത് തന്നെയാണ് അല്ലേ. രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നങ്ങൾ അനുവദിക്കാനുള്ള അവകാശം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവകാശമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ബാക്കിയുള്ള പോയിന്റ്സ് നിങ്ങൾ അതുപോലെ വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ എന്തായാലും അടുത്ത വരുന്ന പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. ചാപ്റ്ററിന്റെ പേര് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഞാൻ ടെക്സ്റ്റ് ബുക്കിന്റെ PDF ടെലഗ്രാമിൽ കൊടുത്തോളാം കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് അതിൽ തെറ്റായത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പ്രസ്താവനകൾ നോക്കാം. ഇന്ത്യൻ പാർലമെന്റിന്റെ അപ്പർ ചേംബർ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭയിലെ എല്ലാ അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നത് ആനുപാതിക പ്രാതിനിധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിൻ്റെ ചെയർമാൻ അതിൻ്റെ അംഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നു. അപ്പോൾ ഇതാണ് 3 പ്രസ്താവനകൾ നമുക്ക് തന്നിട്ടുള്ളത്. ഇതിലേതാണ് തെറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ്. +1 പൊളിറ്റിക്കൽ സയൻസിലെ അധ്യായം 3 തിരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അതിൽ തിരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ തന്നെയാണ് നമുക്ക് ആ ചോദ്യം വന്നിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ പോയിന്റ് നോക്കുക. പ്രസ്താവനകളിൽ രാജ്യസഭയിലെ എല്ലാ അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നത് ആനുപാതിക പ്രാതിനിധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞിട്ടൊരു പ്രസ്താവന തന്നിട്ടുണ്ട് അല്ലേ. അതിന്റെ ചെയർമാൻ അതിന്റെ അംഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നു. അപ്പോൾ ഈ 2 പ്രസ്താവനകളാണ് ശരി എന്ന് പറയുന്നത്. അപ്പോൾ അത് വന്നിട്ടുള്ളത് രാജ്യസഭയിലെ എല്ലാ അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നത് ആനുപാതിക പ്രാതിനിധ്യം. അപ്പോൾ ആ ആനുപാതിക പ്രാതിനിധ്യത്തെ കുറിച്ചാണ് ഞാൻ ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. നോക്കുക, ആ ഭാഗം ഞാൻ കാണിച്ചു തരാം. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ എന്ന് പറഞ്ഞ ടേബിളൊക്കെ കണ്ടാവും. രാജ്യസഭ തിരഞ്ഞെടുപ്പിൽ ആനുപാതിക പ്രാതിനിധ്യം എങ്ങനെ പ്രവർത്തിക്കുന്നു, രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ ആനുപാതിക പ്രാതിനിധ്യം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചാപ്റ്റർ നല്ല രീതിയിൽ ഒന്ന് വായിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഓപ്ഷൻ കാണുമ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യം മനസ്സിലായല്ലോ. ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത് എവിടെ നിന്നാണെന്ന് ഞാൻ പറഞ്ഞു. എവിടെ നിന്നാണ്?
+1 പൊളിറ്റിക്കൽ സയൻസിലെ അധ്യായം 3 തിരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. ഓക്കെ, മനസ്സിലായല്ലോ. ആനുപാതിക പ്രാതിനിധ്യം എന്ന് പറയുന്ന രാജ്യസഭയുടെ പോയിന്റ് ഒക്കെ വരുന്നത് ഈ ഒരു ചാപ്റ്ററിലാണ്. അപ്പോൾ ഈ ഭാഗവും ഒന്ന് നല്ല രീതിയിൽ തന്നെ വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ 4 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് ഏത് ചാപ്റ്ററിൽ നിന്നാണ്, ഏത് ക്ലാസ്സിലെ ഏത് പാഠഭാഗമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു തന്നു. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പഠിക്കുക. ആ ചാപ്റ്ററുകളുടെ നമ്മൾ PDF ടെലഗ്രാമിലിടും, അത് ഡൗൺലോഡ് ചെയ്തിട്ട് പഠിക്കുക. ഇനിയുള്ള ബാക്കിയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഇതുപോലെ തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക, മാക്സിമം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക. ഈ പാഠഭാഗങ്ങളെല്ലാം തന്നെ ഊന്നൽ കൊടുത്ത് വായിക്കുക കേട്ടോ. മെയിനായിട്ട് +1 +2 ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയാണ് ഈ പ്രസ്താവനകളുടെ രീതിയിലുള്ള കൂടുതൽ ചോദ്യങ്ങളും വന്നിട്ടുള്ളത്. അപ്പോൾ അത് മുഴുവനായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം. നമ്മൾ ഇന്നലെ എക്കണോമിക്സ് ചെയ്തു, ഇപ്പോൾ നമ്മൾ ജിയോഗ്രഫി, പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന 2 ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ ചെയ്തു. ബാക്കിയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ പഠനത്തെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്